ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും മമ്മിയും പപ്പയും കൂടെ തിരുവല്ലയല്ലേ അമ്മ? തിരുവല്ല ഒരു സ്ഥലത്ത് വന്നേക്കുവാണ്. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. ഫേസ് ഓഫ് തിരുവല്ല എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവല്ലയിലെ ഫേസ് ഓഫ് തിരുവല്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അങ്ങനെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത്, ഫേസ് ഓഫ് തിരുവല്ല. ഇവിടെ നല്ല ഭംഗിയുണ്ട്. കാരണം നമ്മുടെ ഇടിഞ്ഞില്ലത്തുനിന്ന് ലെഫ്റ്റിലോട്ട്, നമ്മൾ തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വഴി ഇടിഞ്ഞില്ലോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ഈ സ്ഥലം. ഇവിടെ കുറേ പേര് ഈ സമയമൊക്കെ വന്നിരിക്കും. ഒരു 4 മണി 5 മണി ആ ഒരു ടൈമിൽ കുറേ പേര് വന്നിരിക്കും. ഇവിടെ ഒരു കടയുണ്ട്, ചായ കുടിക്കും. അവിടുത്തെ ബീഫ് ഫ്രൈയും പഴംപൊരിയും നല്ല കോമ്പിനേഷനാണ്. അത് കഴിക്കാനായിട്ട് പയ്യന്മാർ ഒത്തിരി ഇവിടെ വരുന്നുണ്ട്. ഞങ്ങളും ഓരോ പ്ലേറ്റ് കഴിച്ചു, നല്ല ടേസ്റ്റി ആയിരുന്നു. ഇനി ഞങ്ങളിങ്ങനെ കണ്ടതിന് ശേഷം ഇനി എവിടെ പോകണം നമ്മൾ പറഞ്ഞു? മറൈൻ എക്സ്പോ. തിരുവല്ല ചങ്ങനാശ്ശേരിയിൽ. തിരുവല്ലയിലാണോ? ആ, ഓക്കെ. തിരുവല്ല നടക്കുന്നത് നമ്മൾ അതിന് പോവും. പക്ഷെ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കുറേ കാണാൻ എന്ന് വെച്ചാൽ പാടം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേര് വേങ്ങൽ എന്നാണ്. വേങ്ങൽ, നമ്മൾ ഇടിഞ്ഞില്ലത്തിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകും. പഴയ കാലങ്ങളിലൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് കൊയ്യുന്ന ഒരു സംവിധാനമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആധുനികവൽക്കരിച്ചപ്പോഴത്തേക്ക് യന്ത്രവൽക്കരിച്ച് കുട്ടനാട്ടിൽ മുതൽ ഇങ്ങനെയുള്ള മെഷീനുകളാണ് കൊയ്യുന്നത്. പണ്ടൊരിക്കലും എന്നോട് ഒരാൾ ചോദിച്ചു, ഒരു കുട്ടി ചോദിച്ചു, അങ്കിളെ ഈ അരി ഉണ്ടാകുന്ന മരം ഏതാണ്? ഞാൻ ആ കുട്ടിയെ, ഇപ്പോഴത്തെ കുട്ടികളുടെ അറിവില്ലായ്മ, എല്ലാവർക്കും നല്ല അറിവൊക്കെ ഉണ്ട്, പക്ഷേ ലോകത്തുള്ള സകല കാര്യങ്ങളെപ്പറ്റി പ്രായോഗികമായിട്ട് ജീവിതത്തിൽ വേണ്ടതിനെ പറ്റിയുള്ള അറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. അതുകൊണ്ടല്ലേ ആ കുട്ടി എന്നോട് ചോദിച്ചത് നെല്ലുണ്ടാകുന്ന മരം ഏതാണെന്ന് ചോദിച്ചത്. ഞാൻ ആ കുട്ടിയെ കൊണ്ടുവന്ന് നെല്ലുണ്ടാകുന്ന മരം ഈ കുട്ടനാട്ടിൽ വന്ന് കാണിക്കാനായിട്ട് ഇടയായതൊക്കെ ഞാൻ ചോദിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ കുരല് അല്ലെങ്കിൽ ഉലക്ക, ഉറി ഇങ്ങനെയുള്ള സാധനമൊന്നും അവർ കണ്ടിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കാണിച്ച് നമ്മുടെ പിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണെന്നൊക്കെ അറിയിക്കുന്നത് എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കണ്ടു, ചായ കുടിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ചില്ല് ചെയ്തിട്ട് നമ്മൾ തിരുവല്ലയ്ക്ക് പോവാണ്. നമ്മൾ മറൈൻ എക്സ്പോയിലെത്തി. പപ്പ ടിക്കറ്റ് എടുക്കാൻ പോയി. നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ അകത്ത് കയറി. എനിക്കകത്ത് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുള്ളൂ, പക്ഷേ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഒന്നും കേൾക്കത്തില്ല. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് തന്നെ ഒരു വിധത്തിലാണ്. അതേപോലെ ഭയങ്കര തിരക്കായിരുന്നു. അണ്ടർ വാട്ടർ ടണൽ, മത്സ്യകന്യകമാരുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം, സ്കൂബ ഡൈവിങ്, അങ്ങനെ 100-ൽ പരം മത്സ്യങ്ങൾ, അങ്ങനെ അവിടെ കാണാൻ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമുക്ക് അത് ആ മത്സ്യത്തിൻ്റെ ഇടയ്ക്കൂടെ പോകുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു മറ്റേ കടലിൻ്റെയൊക്കെ അടിയിലൂടെ പോകുന്നൊരു ഫീലിങ്സാണ്. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഇത് മാത്രമല്ല, ഈ മത്സ്യത്തിൻ്റെ മാത്രമല്ലാതെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ഫർണിച്ചേഴ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു.
അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മുടെ തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് വരും ഇത്. അപ്പം എല്ലാവരും ഇപ്പോൾ ഈ അവധി ആയതുകൊണ്ട് എല്ലാവരും പോയി ഇതൊന്ന് കാണണം, എൻജോയ് ചെയ്യണം. നല്ല രസമുണ്ട് കേട്ടോ. ഈ പ്രത്യേകിച്ച് മീനിൻ്റെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഇടയ്ക്കൂടെ പോകുന്ന ഒരു ഇത്. ബാക്കിയെല്ലാം നമ്മൾ എപ്പോഴും നല്ല ഫ്ലവർ ഷോയിലൊക്കെ കാണുന്ന സംഭവങ്ങളാണ്, വിൽക്കാൻ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ. പക്ഷേ ഇത് ഈ മീനിൻ്റെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ് പഴയകാല മിഠായികൾ. കാരണം എൻ്റെ ഞാൻ കുഞ്ഞിലെ കഴിച്ച മിഠായിയൊക്കെ ഇവിടെ കണ്ടു. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോവുകയാണ്. പിന്നെ എല്ലാവരും ഇവിടെ വരണം കേട്ടോ, അടിപൊളിയാണ്, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പോവാണ്. ടാറ്റാ, ബൈ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.